യോഗശാസ്ത്രം ആരംഭിക്കുന്നത് തന്നെ ആസന പ്രാണായാമാദികളോടുകൂടിയാണ്. ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പ്. പക്ഷി മൃഗാദികളെയും പ്രപഞ്ചത്തിലുള്ള മറ്റു ചില വസ്തുക്കളെയും ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള ശാരീരിക പോസ്ചറാണ് ഈ ആസനങ്ങൾ എന്ന് പറയുക. കൃത്യമായ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസ ക്രമീകരണങ്ങളോടുകൂടി നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് പ്രാണായാമം. നമുക്കറിയാം, നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമാകുമ്പോൾ, മനസ്സിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ക്രമം നഷ്ടപ്പെടും, താളക്രമം മാറും, ശ്വാസോച്ഛ്വാസം കൂടുതൽ വേഗത്തിലാകും. എന്നാൽ നമ്മൾ വളരെ ശാന്തമായിരിക്കുന്ന അവസരത്തിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ ശ്വാസോച്ഛ്വാസം വളരെ ശാന്തവും സന്തുലിതവുമായിരിക്കും. ഹഠയോഗ എന്ന് പറയുന്ന ഈ ആസന പ്രാണായാമാദികളുടെ തിയറി, അതിൻ്റെ പിന്നിലുള്ള ഫിലോസഫി ഇത് തന്നെയാണ്. നമ്മൾ യോഗാസനവും പ്രാണായാമവും ചെയ്തുകൊണ്ട് വിക്ഷിപ്തമായിരിക്കുന്ന മനസ്സിനെ ഇൻഡയറക്റ്റായിട്ട് കീഴടക്കുക. എപ്പോഴെങ്കിലും നമ്മൾ കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന സമയത്ത്, ഉത്കണ്ഠ വരുന്ന സമയത്ത് വളരെ ശാന്തമായിരുന്ന് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുക. അങ്ങനെ കുറച്ച് പ്രാവശ്യം ശാന്തമായി ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നത് കാണാം. അതേപോലെ തന്നെ മനസ്സ് ശാന്തമായിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ശ്വാസോച്ഛ്വാസം വളരെ താളാത്മകമായിട്ട് വളരെ സന്തുലിതമായിട്ടും ഇരിക്കുന്നത് കാണാം. അപ്പോൾ ആ രീതിയിൽ പ്രാണായാമ പരിശീലനത്തിൽ കൂടി നമ്മുടെ ശരീരത്തിലെ ശ്വാസോച്ഛ്വാസ പ്രക്രിയയെ താളാത്മകമാക്കുക, സന്തുലിതമാക്കുക, അങ്ങനെ നമ്മുടെ മനസ്സിനെ ഇൻഡയറക്റ്റായിട്ട് ഏകാഗ്രമാക്കുക, മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ള ടെക്നിക്കാണ് പ്രാണായാമത്തിൽ കൂടി ചെയ്യുന്നത്. യോഗാസനങ്ങൾ പരിശീലിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഊർജത്തിൻ്റെ പ്രയാണം ത്വരിതപ്പെടും. നമ്മൾ കാണുന്ന ഈ സ്ഥൂല ശരീരം അഥവാ ഗ്രോസ് ബോഡിക്കുള്ളിൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ട്, അഥവാ ആസ്ട്രൽ ബോഡി. ഈ ആസ്ട്രൽ ബോഡിക്കുള്ളിലുള്ള സൂക്ഷ്മ നാഡികൾ, അതായത് നമ്മുടെ ശരീരത്തിലെ നാഡികൾക്ക് ആധാരമായിരിക്കുന്ന സൂക്ഷ്മ നാഡികളിലെ എനർജിയുടെ പ്രയാണത്തെ ത്വരിതപ്പെടുത്തുകയാണ് യോഗാസനങ്ങൾ ചെയ്യുന്നത്. ബാഹ്യമായ രീതിയിൽ നല്ലൊരു എക്സസൈസാണ്. നമ്മുടെ മസിലുകൾക്കും നെർവസിനും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എൻഡോക്രൈൻ ഗ്ലാൻസിനുമൊക്കെ നല്ലൊരു എക്സസൈസാണ് യോഗാസനങ്ങൾ. അതിലുപരിയായിട്ട് ഈ സൂക്ഷ്മനാഡികളിലുള്ള എനർജി പ്രവാഹം ത്വരിതപ്പെടുത്തുന്നു. സൂക്ഷ്മനാഡികളിൽ എപ്പോഴെങ്കിലും എനർജിയുടെ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ അതാണ് നമുക്ക് ശാരീരികമായ അസുഖങ്ങളായിട്ട് വരിക. ഇപ്പോൾ നമുക്ക് വൈറസോ ബാക്ടീരിയയോ മറ്റ് ഇൻഫെക്ഷൻ മുഖേന നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ തന്നെ അപ്പോഴും നമ്മുടെ ഈ സൂക്ഷ്മനാഡികളിലെ എനർജി പ്രവാഹത്തിൽ തടസ്സപ്പെടും. അപ്പോൾ ഈ തടസ്സപ്പെട്ട എനർജി പ്രയാണത്തിൻ്റെ തടസ്സം മാറ്റുക, ശരീരത്തിൽ മുഴുവനുള്ള എനർജി പ്രവാഹത്തെ നന്നായിട്ട് ത്വരിതപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ എനർജി ബോഡി, ശരീരത്തിലെ ഊർജത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കുക. ഇതാണ് ആസന പരിശീലനം വഴി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സാധാരണ പറയുന്ന യോഗ പരിശീലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യോഗാസനങ്ങൾ അല്ലെങ്കിൽ പ്രാണായാമങ്ങൾ. അതുപോലെയുള്ള മറ്റൊരു പരിശീലനമാണ് ക്രിയകൾ എന്ന് പറയും. ഈ ക്രിയകൾ എന്ന് പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന ഇംബാലൻസ്, വാതം പിത്തം കഫം എന്ന് ആയുർവേദത്തിൽ പറയും. ഇങ്ങനെയുള്ള ഈ ഇംബാലൻസിനെ മാറ്റി ബോഡിയിലുള്ള വാതത്തെയോ പിത്തത്തെയോ കഫത്തെ ക്രമീകരിക്കുക, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു പ്രക്രിയയ്ക്കാണ് ക്രിയകൾ എന്ന് പറയുന്നത്. ഈ ക്രിയകൾക്ക് ഒരു ഉദാഹരണമാണ് ഒന്ന് ജലനേതി. ജലനേതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാസാദ്വാരങ്ങളിൽ കൂടി തിളപ്പിച്ച് ആറിയ വെള്ളം സ്വല്പം ഉപ്പും ചേർത്ത് ഒരു നാസാദ്വാരത്തിൽ കൂടി ഒഴിച്ച് മറ്റൊരു നാസാദ്വാരത്തിൽ കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സൈനസ് ക്യാവിറ്റീസിലുള്ള കഫം, എത്ര പഴയ കഫമാണെങ്കിലും അവിടെ നിന്ന് ഇളകി പോവുകയാണ്. അങ്ങനെ സൈനസൈറ്റിസ് മൂലമുള്ള തലവേദന, മറ്റ് ഇറിറ്റേഷന്, ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ ആശ്വാസമാണ് ഈ ജലനേതി ക്രിയ. അതുപോലെ മറ്റൊന്നാണ് സൂത്രനേതി ക്രിയ. അത് ഇതുപോലെ തന്നെ ഒരു ത്രെഡ്, ഒരു കട്ടിയുള്ള നൂല് അല്ലെങ്കിൽ റബ്ബറിൻ്റെ ട്യൂബ് മൂക്കിലിട്ട് വായിൽ കൂടി എടുക്കുകയാണ്. അങ്ങനെ ഈ ക്രിയകൾ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കാന്തി ഉണ്ടാകുന്നു, കഫശല്യം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു, സൈനസ് ക്യാവിറ്റീസിലെ കഫം മുഴുവൻ ഇളകിപ്പോകുന്നു, തലയോട്ടി സ്കള്ള് വരെ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് ഹഠയോഗയിൽ പറയുന്നത്. അതുപോലെ മറ്റൊരു ക്രിയയാണ് ഇതേപോലെ തിളപ്പിച്ചാറിയ വെള്ളം ഉപ്പ് ചേർത്ത് കുടിക്കുക. 1-2 ലിറ്റർ വെള്ളം കുടിച്ചതിന് ശേഷം അത് വൊമിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും ഈ ചെസ്റ്റിൽ കഫം കെട്ടിയിട്ട് ആസ്തമ ഉണ്ടാകാറുണ്ട്, ശ്വാസ തടസ്സം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഈ കഫക്കെട്ട് മൂലമുള്ള ശ്വാസ തടസ്സങ്ങൾ, ശ്വാസക്കുഴലുകളിൽ ട്രക്കിയായിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പഴകിയ കഫമെല്ലാം എടുത്തു കളയുക. സാധാരണ നമ്മൾ ആശുപത്രിയിൽ പോയാൽ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ കഫം അവിടെ കെട്ടിക്കിടന്ന് പഴയതാകുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഈ ഉള്ളിൽ കിടക്കുന്ന കഫത്തെ മുഴുവൻ എടുത്ത് പുറത്തേക്ക് കളയുന്നതാണ് ജലധൗതി എന്ന ക്രിയ. ഇങ്ങനെ യോഗ പരിശീലനത്തിൽ ക്രിയകളുണ്ട്. നമ്മുടെ ശരീരത്തെ, ബാഹ്യ ശരീരത്തെ അഥവാ സ്ഥൂല ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള ക്രിയകളുണ്ട്. നമ്മുടെ മസിൽസിനെയും ആന്തരിക അവയവങ്ങളെയും പുഷ്ടിപ്പെടുത്തുന്നതിനൊപ്പം
നമ്മുടെ എനർജി ബോഡിയെ ശക്തമാക്കുന്ന യോഗാസനങ്ങളുണ്ട്. മനസ്സിനെ ശാന്തമാക്കുകയും സൂക്ഷ്മ ശരീരത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പ്രാണായാമ പരിശീലനങ്ങളുണ്ട്. മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ധ്യാന പരിശീലനമുണ്ട്. ഇതെല്ലാം ചേർന്ന് ഒരു വ്യക്തിക്ക് സമ്പൂർണ്ണമായ ആരോഗ്യവും മനസ്സിന് നല്ല വിശ്രാന്തിയും നൽകി ആന്തരികമായ സമാധാനവും ശാന്തിയും ഉണ്ടാക്കുന്ന ഒരു ജീവിത രീതിയാണ് യോഗശാസ്ത്രം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ അഥവാ പ്രകൃതിയുടെ ഇക്വിലിബ്രിയത്തോടൊപ്പം, പ്രകൃതിയുടെ ശ്രുതി ലയങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, പ്രകൃതിയുടെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് ഉള്ള ഒരു ജീവിത രീതി. നമുക്കറിയാം, നാം ഒഴുക്കിനൊത്ത് നീന്തുകയാണെങ്കിൽ നമുക്കിടെ നീന്തൽ വളരെ എളുപ്പമായിരിക്കും, വളരെ സുഖമായിരിക്കും, ആയാസരഹിതമായിരിക്കും. നമുക്ക് ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം സാധിക്കാതെ വരുന്നത്. അപ്പോൾ പ്രകൃതിയുടെ താളലയങ്ങൾക്കൊപ്പം, പ്രകൃതിയുടെ ആ ഹാർമണിക്കൊപ്പം നമ്മൾ ജീവിത രീതി കെട്ടിപ്പടുത്താൽ നമ്മുടെ ജീവിതം വളരെ സുഖകരമാകും, സന്തോഷപ്രദമാകും. പ്രകൃതിയിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് ലഭിക്കും. പ്രകൃതിയുടെ കാര്യകാരണ നിയമങ്ങൾക്ക് വിരുദ്ധമായി നമ്മൾ നീങ്ങുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് വരും. നമ്മുടെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരും. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ അന്തർലീനമായിരിക്കുന്ന രോഗപ്രതിരോധ ശേഷിയെ വീണ്ടെടുത്തുകൊണ്ട് പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ശാന്തമായ ജീവിത രീതി നമുക്ക് തുടരാം. അങ്ങനെ ഒരു യോഗിക് ലൈഫ് സ്റ്റൈലിലേക്കും യോഗ പ്രാക്ടീസിലേക്കും കടന്നു വന്ന് ഒരു ജീവിതചര്യയാക്കുന്നത് കൂടി വിശ്രാന്തിയും ശാന്തിയും അനുഭവിച്ച് സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.